ഓരോ നാടിന്റെയും ഒരു വർഷത്തെ കാത്തിരിപ്പാണ് അവിടുത്തെ പൂരം. അങ്ങനെ ഒരു കാത്തിരിപ്പിന്റെ സന്തോഷ നിമിഷത്തിലാണ് ഞങ്ങളിപ്പോൾ. പൂരത്തിന്റെ തലേദിവസം ഞങ്ങൾ ആദ്യം പോയിട്ടുള്ളത് യുവജന കലാവേദി അവതരിപ്പിക്കുന്ന മതിക്കുന്നിലമ്മ ടീംസിന്റെ വീരനാട്യം കാണാനാണ്. നമ്മുടെ തിരുവാതിരക്കളിയുടെ വേറൊരു വകഭേദം കൂടിയാണ് ഈ കലാരൂപം. തിരുവാതിരക്കളിയെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഈ ഒരു കലാരൂപത്തിന് ഇന്ന് ആരാധകരേറെയാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡിങ് കൂടിയാണ് ഈ ഒരു കലാരൂപം. അവരുടെ സ്ട്രിങ് പോലെയുള്ള ചാട്ടം കണ്ട് അന്തം വിട്ട് ഞങ്ങൾ കുറെ നേരം പരിപാടി കണ്ടിരുന്നു. അവസാനം ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത പരിപാടി കാണാൻ അടുത്ത സ്ഥലത്തേക്ക് പോയി. നമ്മുടെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഭാഗത്ത് നക്ഷത്രയുടെ ടീമും കൂടി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കാണാൻ വേണ്ടി ഞങ്ങൾക്ക് പോവാൻ പറ്റിയില്ല. അത് കുറച്ചുകൂടി നടന്നു പോവാൻ. പിന്നീട് നമ്മൾ നേരെ ചെന്നത് നമ്മുടെ സ്വന്തം സൗഹൃദ ടീമിന്റെ അടുത്തേക്കാണ്. അവിടെയാണെങ്കിൽ ആകെ പാട്ടും കൂത്തും കൊട്ടും ബഹളവും ഒന്നും പറയണ്ട. ഞങ്ങളും അതിനോടൊപ്പം കൂടി. ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വളരെ സന്തോഷം. അവരും അതിനൊപ്പം ആടുകയും ചാടുകയും പാടുകയും ഒക്കെ ചെയ്തു. അവർ മാത്രമല്ല, കൂടെ ഞങ്ങളും. എന്തൊക്കെ പറഞ്ഞാലും നാട്ടിലെ പൂരത്തിനാണ് ഞങ്ങളിങ്ങനെ പബ്ലിക്കായിട്ട് ചാടുന്നത്. കുട്ടികൾക്കാവട്ടെ ഈ ഗൊറില്ലയെ പെരുത്തിഷ്ടായി. സൗഹൃദ ടീമിന് ഇത്തവണ ആനപ്പൂരം ആയതുകൊണ്ട് അതിന്റെ ചമയവും കണ്ട് ഞങ്ങൾ ഗൊറില്ല ചേട്ടനും താറാവ് ചേട്ടനും ഒക്കെ ഓരോ ഷെയ്ക്കാനും കൊടുത്ത് ഗുഡ് നൈറ്റും പറഞ്ഞ് ഇനി നാളെ കാണാമെന്ന വിശ്വാസത്തിൽ ഞങ്ങൾ 4 ഭാഗത്തേക്കും പിരിഞ്ഞു.